അപ്പോൾ കിളി കരയണ പോലെ ഒരു സൗണ്ട് കേട്ടില്ലേ? അത് വേറൊന്നുമല്ല, ഈ ഒരു സംഭവമാണ് ആപ്പിളിൻ്റെ എയർ ടാഗ്. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബ്ലൂടൂത്ത് ട്രാക്കിംഗ് ഡിവൈസാണ്. അതായത് ഈ ബട്ടൺ പോലെ ഇരിക്കുന്ന ഈ എയർ ടാഗ് നിങ്ങളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ്, അതായത് ബാഗിലോ അല്ലെങ്കിൽ വീടിൻ്റെ ചാവി അല്ലെങ്കിൽ കാറിൻ്റെ ചാവി, പേഴ്സ്, ഇതിലൊക്കെ അറ്റാച്ച് ചെയ്ത് വെക്കാം. എന്നിട്ട് അത് കാണാതായി എന്ന് വിചാരിക്കട്ടെ, എവിടെയെങ്കിലും നിങ്ങൾ മറന്നു വെച്ചു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഫോണിൽ ഫൈൻഡ് മൈ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതെവിടെയാണ് ആ ലൊക്കേഷൻ എന്ന് കാണിക്കും. പിന്നെ വേറെ കുറച്ച് പരിപാടികളുണ്ട്. അതായത് ഈ കിളി കരയുന്ന പോലെ സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പ്ലേ സൗണ്ട് എന്നുള്ളത് അത് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ അത് പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഈ സംഭവം പെർഫെക്റ്റ് ഓക്കെ ആണോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, അല്ലെങ്കിൽ മറ്റ് ട്രാക്കിംഗ് ഡിവൈസിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ സാധനം എൻ്റെ അടുത്ത് കിട്ടിയിട്ട് ഒരു 2 ആഴ്ചയിലധികമായി. ഞാൻ വീടിൻ്റെ ഉള്ളിലും അതുപോലെ കുറച്ചൊക്കെ പുറത്തും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ചെറിയ റൗണ്ട് പോലെയാണ്, പുറത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ 1 രൂപ കോയിൻ വരെ വലിപ്പം, ഏതാണ്ട് ആ വലിപ്പമുള്ളൂ, 11 ഗ്രാമുള്ളൂ ഈ സാധനത്തിന്. ഓക്കെ, ഇതിൻ്റെ ഉള്ള ടെക്നോളജി എന്ന് പറയുന്നത് ഇവർ ബ്ലൂടൂത്ത് വഴിയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. വെരി സിമിലർ ടു ആപ്പിളിൻ്റെ എയർപോഡ്സ് ഇല്ലേ, എയർപോഡ്സ് നമ്മൾ കണ്ടുപിടിക്കില്ലേ ബ്ലൂടൂത്ത്, ലാസ്റ്റ് ഫൈൻ ലൊക്കേഷൻ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും ആ ഫൈൻ മൈ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ. അതേപോലെ തന്നെയാണ് ഇതും കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ U1 ചിപ്പാണുള്ളത്. യു വൺ ചിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ വൈഡ് ബാൻഡ് ടെക്നോളജി ഉള്ള ചിപ്പാണുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇതെന്താ സംഭവം എന്ന് പറയാനായിട്ട്. ഇതെങ്ങനെ നമുക്ക് വാങ്ങാമെന്ന് നോക്കാം. നമുക്ക് 2 രീതിക്ക് വാങ്ങാം. ഒന്ന് നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട്, ആപ്പിൾ സ്റ്റോറിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് വാങ്ങാം. രണ്ടാമത് നമുക്ക് കടയിൽ പോയിട്ട് നേരിട്ട് ആപ്പിൾ എയർ ടാഗ് വിൽക്കുന്ന ഏതൊക്കെ കടയാണുള്ളത് ആ കടയിൽ പോയിട്ട് നേരിട്ട് നമുക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യാം. പക്ഷെ ഓൺലൈനിൽ വാങ്ങുമ്പോൾ ഒരു ഗുണമുണ്ട്. ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇമോജീസ്, ഈ കാണാവുന്ന രീതിക്കുള്ള ഇമോജീസ്, അല്ലെങ്കിൽ 4 അക്ഷരം വരെയുള്ള പേര് അല്ലെങ്കിൽ എന്തെങ്കിലും എൻഗ്രേവ് ചെയ്യാം. അവർ ഫ്രീ ആയിട്ട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതി നമുക്ക് വാങ്ങിക്കാം. ഞാനതൊന്നും ചെയ്തില്ല, ഞാൻ സിംപ്ലി ഒന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചു എന്നുള്ളൂ. ഇത് ഒരു പാക്കറ്റിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ 4 എണ്ണം ഒരു പാക്കറ്റിൽ വരുന്നുണ്ട് ഈ എയർ ടാഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് IP67 റേറ്റഡ് ആണ്. അതായത് മഴയത്ത് ഒരു അരമണിക്കൂർ കിടന്നാലും ആള് കുഴപ്പമൊന്നും വരില്ല. പിന്നെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യണ്ട. ഈ ഒരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കീയിലേക്ക് അല്ലെങ്കിൽ ബാഗിലൊക്കെ അറ്റാച്ച് ചെയ്ത് ഇടയിൽ ചാർജൊന്നും ചെയ്യണ്ട. 1 കൊല്ലം വരെ ഇതിൻ്റെ ബാറ്ററി നിൽക്കുന്നതാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. 1 കൊല്ലം കഴിയുമ്പോൾ ഇതെങ്ങനെ പ്രസ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് തുറക്കാൻ പറ്റും. 1 കൊല്ലം കഴിയണ്ട കേട്ടോ, അതിന് മുമ്പേ ചെയ്യാം, ഞാൻ പറഞ്ഞതെന്നുള്ളൂ. അപ്പോൾ ഇത് പ്രസ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്താൽ ഇത് തുറക്കും. അതിൻ്റെ ബാറ്ററി നമുക്ക് റിപ്ലേസബിൾ ആണ്, മാറ്റാം. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഉപയോഗം, നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഉപയോഗം എന്താണെന്ന് ഞാൻ റിയൽ ലൈഫ് കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ ബാഗ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, നമുക്ക് 2 രീതിക്ക് ഈ എയർ ടാഗിനെ ആക്ടിവേറ്റ് ചെയ്യാം. അതായത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒന്ന് സിരി വഴി നമുക്ക് ട്രിഗർ ചെയ്യാം. രണ്ടാമത്തെ ഫൈൻഡ് മൈ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ തുറന്നു നോക്കി നമുക്ക് അവിടെ നിന്ന് പിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ സിരി വഴിയാണ് പിങ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഹേ സിരി, ഫൈൻഡ് മൈ ഹാൻഡ് ബാഗ്. എന്തൊരു അനുസരണയല്ലേ. അപ്പോൾ നമുക്ക് കാണാതെ എങ്ങനെയാന്ന്. ഓൾറെഡി പിങ് ചെയ്ത് തുടങ്ങി. വരും. സോ ഇതാണ് നമ്മുടെ എയർ ടാഗ് അറ്റാച്ച് ചെയ്ത ബാഗ് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ സാധനം നമുക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഇതിനൊരു വള്ളി മേടിക്കണം. വെറുതെ ഈ വട്ടം മാത്രം വാങ്ങിയാൽ പോരാ കേട്ടോ. ആക്സസറി നമ്മൾ വേറെ കാശ് കൊടുത്ത് മേടിക്കണം. അപ്പം ഞാൻ വാങ്ങിച്ച ആക്സസറി ഇതാണ്. ഈ ബാഗിൽ കിട്ടുന്ന ആപ്പിളിൻ്റെ തന്നെ ആക്സസറി, വലിയ വിലയൊന്നുമില്ല. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ
കീ ചെയിൻ്റെ ഇടാൻ പറ്റുന്ന രീതിക്കുള്ളത് വിൽക്കുന്നുണ്ട്. ആപ്പിൾ സ്റ്റോറിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഈ സ്ക്രീനിൻ്റെ സൈഡിൽ ഞാൻ കാണിക്കുന്ന പോലെ ഇത്ര പലതരത്തിലുള്ള ആക്സസറി നമുക്ക് ഈ ഒരു ഇത്തിരി കുഞ്ഞിനെ വെക്കാനായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. പക്ഷേ ഒരെണ്ണത്തിൻ്റെ വില കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എല്ലാത്തിനും ഒരു സാധാരണ റേഞ്ചും ഒരു പ്രത്യേക ബ്രാൻഡിന് ഭയങ്കര വില. ഹെർമസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന് ഇവിടുത്തെ മണി അനുസരിച്ച് $600 അതിൻ്റെ ആക്സസറിക്ക് മാത്രം വില. അതായത് ഈ ഉള്ളിലുള്ള ഈ സാധനത്തിനേക്കാളും വില എന്ന് പറയുന്നത് ആക്സസറിക്ക്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ ഒരു വില കൊടുത്ത് നമുക്ക് ഇതുപോലത്തെ 15 എയർ ടാഗ് മേടിക്കാം. അത്രയും വില വ്യത്യാസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോൾ കുട്ടി മാമ ഞാൻ ഞെട്ടി മാമ എന്ന് പറഞ്ഞ പോലെയാണ് തോന്നിയത്. അത്രയും വില വ്യത്യാസം. ഏത് ടാഗ് നിങ്ങളുടെ ട്രാക്കറിനല്ല, അതിൽ ഇടുന്ന വള്ളിക്കാണ് അത്രയും വില എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ട പോലെ ഇപ്പോൾ ശരിക്കും ഒരു ആരോ മാർക്ക് പോലെ ഇങ്ങനെ മൂവ് ചെയ്ത് സൂപ്പറായിട്ട് നമ്മൾ കാണിച്ചു തന്നു എവിടെ ഇരിക്കുന്നതെന്നുള്ളത്. അതിന് പറയുന്നതാണ് പ്രിസിഷൻ ഫൈൻഡിങ്. ആ ടെക്നോളജീനെ പറയുന്നതാണ് അത്. ആ പ്രിസിഷൻ ഫൈൻഡിങ് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെയാണ് വേറൊരു ക്ലോസ് വരുന്നത്. നിങ്ങളുടെ ഐഫോൺ 11 അതൊക്കെ മേലെയുള്ള മോഡലോ ആയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആപ്പിൾ ഡിവൈസസ് iOS 14.5 മേലെ അപ്ഡേറ്റ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം എയർ ടാഗ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രിസിഷൻ ഫൈൻഡിങ് ഉണ്ടാവില്ല. അതായത് ഈ ആരോ മാർക്ക് കാണിച്ചു തരുന്ന മാതിരി ഈ ഒരു കളർഫുൾ എഫക്റ്റ് ഉണ്ടാവില്ല. പക്ഷെ എവിടെയാണ് ലൊക്കേഷൻ കാണിച്ചു തരും. ഓക്കെ, ഇനിയൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പറയുന്നത്, കള്ളന്മാർ നിങ്ങളുടെ ഇപ്പം ഞാൻ കാണിച്ചെന്നില്ല എൻ്റെ ബാഗിൽ ഞാനിത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അത് തന്നെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഫോർ എക്സാമ്പിൾ ഞാൻ പുറത്ത് പോയി കള്ളൻ എൻ്റെ ബാഗ് എടുത്തുകൊണ്ട് പോയി എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് കള്ളൻ്റെ ബാഗ് കട്ടുകൊണ്ട് പോയി. എനിക്ക് എൻ്റെ ബാഗ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കള്ളൻ എന്ത് ചെയ്യാം, കള്ളൻ ഈ സാധനം തുറന്ന് ഇത് എയർ ടാഗ് എടുത്ത് കളഞ്ഞ അത്രേ ഉള്ളൂ. ട്രാക്കിങ് അവിടെ കഴിഞ്ഞു. അതുകൊണ്ട് ഈ എയർ ടാഗുള്ള ബാഗ് ഞാൻ കെട്ടിത്തൂക്കി നടന്നെന്ന് കരുതി എൻ്റെ ബാഗോ അല്ലെങ്കിൽ കാശാവിയോ സേഫായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർക്ക് ഇത് ഊരി പുറത്തേക്ക് ഇറങ്ങി കളഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ട്രാക്കിംഗ് ഒക്കെ അവിടെ കഴിയും. പക്ഷെ അങ്ങനെ ചെയ്യോ? നല്ല കള്ളന്മാരല്ലേ? അപ്പോൾ ഒരു പ്രാക്ടിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത് ഈ പുറത്തേക്ക് കെട്ടിത്തൂക്കി കാണിച്ച് നടക്കാതെ ഇതേ സാധനം അല്ലെങ്കിൽ നിങ്ങളുടെ ആക്സസറീസ് ഈ എയർ ടാഗുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ബാഗിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബൈക്കിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ഇതിനോടാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കാണാവുന്ന രീതിക്കല്ലാതെ എടുത്തു വെക്കാമെന്നാണ് ഒരു ജനറൽ അഡ്വൈസ് എന്ന് പറയുന്നത്. പിന്നെ ഇനി ടൈം ഫോർ സം കുറ്റം പറച്ചിൽ. ഇതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ? ഈ ബർഗറിൻ്റെ മേലത്തെ ബണ്ണ് മാതിരിയാണ് അതിൻ്റെ ഷേപ്പ്. കണ്ടില്ലേ? ഒരു മെലിഞ്ഞ ഷേപ്പല്ല, ഒരു ഉണ്ടൻ ഷേപ്പാണ്. ഈ ഒരു ഷേപ്പ് വ്യത്യാസം ഇങ്ങനെ കോൺവെക്സ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഈ ഉണ്ടനായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ പേഴ്സിൻ്റെ ഉള്ളിൽ ഒന്നും വെക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് പറ്റില്ല. അതുമാതിരി ഇത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഓട്ട ഇട്ടിട്ടല്ല വരുന്നത്. ഇതുപോലെ നമ്മൾ ആക്സസറീസ് എക്സ്ട്രാ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള ഇതുപോലത്തെ ബ്ലൂടൂത്ത് ട്രാക്കിംഗ് ഡിവൈസസ് ഒക്കെ മിക്കതും ഈ ഓട്ടയോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ കീ ചെയിനിലേക്ക് ഒക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റാവുന്നതാണ്. പക്ഷെ അതാണ് ഇതിൻ്റെ ഒരു എനിക്കിഷ്ടപ്പെടാത്ത ഒരു കാര്യം ആയിട്ട് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ഷേപ്പും പിന്നെ ഇതിന് ആക്സസറീസ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പൈസ വില വ്യത്യാസവും ഉണ്ടാവുമല്ലോ. ഇതും ആക്സസറിയും കൂടിയിട്ട് നമ്മൾ ചേർത്തിട്ട് വേണം നമ്മൾ വില ആലോചിക്കാനായിട്ട്. പക്ഷേ ഈ പ്രിസിഷൻ ഫൈൻഡിങ്ങില്ലേ നേരത്തെ കാണിച്ചു തന്നത്, അത് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഈ കാണാതായ സാധനം ഈ ഈ എയർ ടാഗ് അറ്റാച്ച് ചെയ്ത സാധനം ഒരു 40 മീറ്റേഴ്സ് പരിസരത്ത് 30 to 40 മീറ്റേഴ്സ് പരിസരത്തുണ്ടെങ്കിലാണ് അത് കറക്റ്റായിട്ട് അങ്ങനെ റൂട്ട് മാപ്പ് പോലെ കാണിച്ചു തരുള്ളൂ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം എൻ്റെ ബാഗ് കണ്ടില്ലേ, ഈ എയർ ടാഗ് അറ്റാച്ച് ചെയ്ത ബാഗ്, ആ ബാഗ് ഞാൻ എവിടെയോ മറന്നു വെച്ചു, പുറത്ത് എവിടെയോ മറന്നു വെച്ചു. പക്ഷേ എനിക്ക് അത് ലൊക്കേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. ഫൈൻഡ് മൈ ആപ്പ് തുറന്ന് നോക്കി ഞാൻ വീട്ടിൽ വന്നപ്പോൾ, പക്ഷെ എനിക്കതിൽ കാണാൻ പറ്റുന്നില്ല.
അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എവിടെയോ മിസ്സായിട്ടുണ്ട്, ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ആപ്ലിക്കേഷനിൽ തന്നെ പോയിട്ട് ലോസ്റ്റ് മോഡ്, നിങ്ങളുടെ കാർഡുകൾ, ക്രെഡിറ്റ് കാർഡുകളൊക്കെ കാണാതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ ഈ സാധനം ലോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും ആ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ. അതുപോലെ തന്നെ ഒരു ഓപ്ഷനും കൂടി, അഡീഷണൽ ഓപ്ഷനും കൂടി ആപ്പിൾ തരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ഈ കിട്ടുന്നവർക്ക്, കൈ കിട്ടുന്നവർക്ക് എന്തെങ്കിലും മെസ്സേജ് അതിൽ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ എഴുതാമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അഡ്രസ്സ് അല്ലെങ്കിൽ ഫോൺ നമ്പർ ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അതൊക്കെ എഴുതി കഴിഞ്ഞാൽ അവരുടെ ഫോണിലും ഈ എൻ എഫ് സി എനേബിൾഡ് ഫോണാണ് ആണെങ്കിൽ അത് അവരെ ഈ എയർ ടാഗിൻ്റെ മേലെ അവരുടെ ഫോൺ വെച്ച് കഴിയുമ്പോൾ ആ മെസ്സേജും അഡ്രസ്സൊക്കെ കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കിട്ടുന്ന കള്ളനോ അല്ലെങ്കിൽ ആളോ നല്ലവനാണെങ്കിൽ നിങ്ങൾക്ക് ആ മെസ്സേജൊക്കെ വായിച്ച് കൊണ്ടുതരും. ഓക്കെ, നമുക്ക് നല്ലത് മാത്രം ചിന്തിക്കാമല്ലേ. കിട്ടുന്ന ആൾ നല്ലവനായിരിക്കും, നമുക്ക് ബാഗ് കൊണ്ടുതരും എന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷെ വീടിൻ്റെ ഉള്ളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ അറിയുന്ന സ്ഥലത്തൊക്കെ, സേഫ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഇത് നമ്മുടെ കീയോ അല്ലെങ്കിൽ ബാഗൊക്കെ എവിടെയാണ് വെച്ചതെന്ന് നിങ്ങൾക്ക് മറന്നു പോയെങ്കിൽ ഇത് പക്ക സാധനമാണ്. അല്ലെങ്കിൽ കൈ കിട്ടുന്നവരുടെ സ്വഭാവ ഗുണം അനുസരിച്ചിരിക്കും ഈ ട്രാക്കർ എറിഞ്ഞ് കളയുന്നുണ്ടോ അങ്ങനെയെന്നൊക്കെ. പിന്നെ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 2 ആഴ്ചയായി. ഇതിൻ്റെ സെറ്റപ്പ് കൈ കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര ആക്രാന്തം കൊണ്ട് ഞാൻ അപ്പം തന്നെ അൺബോക്സ് ചെയ്ത് സംഭവമൊക്കെ കണക്ട് ചെയ്തു. വളരെ എളുപ്പമാണ് ഇതിൻ്റെ സെറ്റപ്പ്. പറയാൻ മറന്നുപോയി, അതായത് എയർപോഡ്സില്ലേ, നമ്മൾ ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിട്ടുള്ള ആപ്പിൾ എയർപോഡ്സില്ലേ, അത് കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ചുമ്മാ ഇത് ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ കൂടെ ചേർത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഐഫോണ് ഡിറ്റക്റ്റ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ ആപ്പിൾ ID അതിൽ ടൈപ്പ് ചെയ്യാൻ പറയും. അങ്ങനെ നമുക്ക് വിതിൻ 30 സെക്കൻഡ്സ് നമുക്ക് ഈ ഒരു എയർ ടാഗ് നമുക്ക് നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ എല്ലാ എയർ ടാഗ്സും അതിൻ്റെ ആപ്പിൾ ID ഓണേഴ്സ് ആപ്പിൾ ID ആയിട്ട് ലിങ്ക് ചെയ്ത് ഇരിക്കുന്നതാണ്. ഇനി വേറൊരു ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, മറ്റ് ബ്ലൂടൂത്ത് ട്രാക്കേഴ്സിനേക്കാളും ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇതിൻ്റെ ആപ്പിൾ കുറേ കൂടി പ്രൈവസി ഇൻഫോർമേഷൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് പറയുന്നത്. ഇത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് ഉപയോഗിച്ച് കുറേ കാലം കഴിയുമ്പോഴേ അറിയുള്ളൂ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ എവിടേക്കൊക്കെ പോകണു അതൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ വേറെ ആരോ ഒരു എയർ ടാഗ് കൊണ്ടിട്ടു എന്ന് വിചാരിക്കട്ടെ, ആപ്പിളിൻ്റെ എയർ ടാഗ് കൊണ്ടിട്ടു എന്ന് വിചാരിക്കട്ടെ. എനിക്ക് എൻ്റെ ഐഫോണിൽ എനിക്ക് പ്രോംപ്റ്റ് വരും ഒരു എയർ ടാഗ് ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. അതായത് എൻ്റെ ആപ്പിൾ ID ആയിട്ട് ലിങ്ക് ചെയ്യാത്ത ഒരു എയർ ടാഗ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിലേക്ക് ഡിറ്റക്ഷൻ മെസ്സേജ് വരുമെന്നാണ് പറയുന്നത്. അത് വളരെ നല്ലൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസേബിൾ, ആരാണ് ഇട്ടത് അവരുടെ എയർ ടാഗ് നമുക്ക് ഡിസേബിൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും കാണിക്കുന്നതാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. ഇനി ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒരു സ്ഥലത്തേക്ക് പോയി, പക്ഷേ ഞാൻ എവിടെയോ എൻ്റെ എയർ ടാഗ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ച് മറന്നു വെച്ചു എന്നിരിക്കട്ടെ. ചില പിള്ളേരെ കണ്ടിട്ടില്ലേ, അവർ അമ്മമാരെ കാണാനാവുമ്പോൾ കരയാൻ തുടങ്ങും, ഭയങ്കര കരച്ചിലായിരിക്കും. അതുപോലെ നമ്മൾ ഒരു സ്ഥലത്ത് ഉണ്ടായിട്ട് പിന്നെ നമ്മൾ ആ ഒരു സ്ഥലം വിട്ട് വരുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ആ പരിസരത്തിരിക്കുന്ന ആൾക്കാരുടെ ഐഫോണിൽ അല്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൽ ഒരു പ്രോംപ്റ്റ് വരുന്ന പറയുന്നത്, നിങ്ങളുടേതല്ലാത്ത ഒരു എയർ ടാഗ് നിങ്ങളുടെ പരിസരത്തുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആപ്പിൾ യൂസേഴ്സ് എവിടെയുണ്ടോ നിങ്ങളുടെ എയർ ടാഗ് അതിൻ്റെ പരിസരത്താണോ, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എയർ ടാഗിൻ്റെ ലൊക്കേഷൻ അതിൻ്റെ മാപ്പിൽ ഈ ആപ്പിൾ യൂസേഴ്സിൻ്റെ ബ്ലൂടൂത്തും നമ്മുടെ എയർ ടാഗിൻ്റെ ബ്ലൂടൂത്തും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അതൊരു സൂപ്പർ ഫീച്ചറാണ്. കാരണം ചില രാജ്യങ്ങളിലൊക്കെ ഈ ആപ്പിൾ യൂസേഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. ഇവിടെയൊക്കെ എല്ലായിടത്തും ആപ്പിൾ യൂസ്. പിന്നെ അപ്പം ഇത് ആപ്പിൾ യൂസേഴ്സ് അധികം ഇല്ലാത്ത രാജ്യങ്ങളിൽ ഈ ഒരു ഫീച്ചർ എത്രത്തോളം പ്രസക്തമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഞാൻ വേറെ ബ്ലൂടൂത്ത് ട്രാക്കേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, വേറെ ബ്ലൂടൂത്ത് ട്രാക്കേഴ്സിനെ കുറിച്ച്. ഇഷ്ടംപോലെ വേറെ ബ്ലൂടൂത്ത് ട്രാക്കേഴ്സ് ഉണ്ട്. ഇതുപോലെ ഇതിപ്പോൾ ഈ നമ്മുടെ കയ്യിലുള്ള ആപ്പിൾ എയർ ടാഗ് ആപ്പിൾ പ്രൊഡക്ട്സ് ഐഫോണിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ നമുക്ക്
ടൈൽ എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ അപ്പൂപ്പനായിട്ട് വരും. ടൈലായിരുന്നു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് ട്രാക്കർ. എൻ്റെ അടുത്തുണ്ട് ഒന്ന്. ടൈലുണ്ട്, പിന്നെ ഇപ്പോൾ ആപ്പിൾ എയർടാഗ്, പിന്നെ സാംസങ്ങും ഒന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ടൈലിനും സാംസങ്ങിൻ്റെ എയർടാഗ് ബ്ലൂടൂത്ത് ട്രാക്കറിനൊക്കെ ഓൾറെഡി നമ്മൾ വാങ്ങുമ്പോൾ തന്നെ കണക്ട് ചെയ്യാനായിട്ട് അതിലൊരു ഓട്ട ഇട്ടിട്ടാണ് വരുന്നത്. ഇതാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ആക്സസറിയും മേടിച്ച് നമ്മൾ എക്സ്ട്രാ ചിലവാക്കിയാലാണ് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് നേരിട്ട് ഇങ്ങനെ ഒട്ടിക്കാൻ വരെ സൗകര്യം പോലും ഇല്ല. ഓക്കെ, ഇനിയിപ്പം മേ ബി ഇതിൻ്റെ ഫ്യൂച്ചർ പ്രൊഡക്ട്സ്, ഫ്യൂച്ചർ ആയിട്ടുള്ള അടുത്ത ഇതിൻ്റെ ജനറേഷൻ 2 ഒക്കെ വരുന്നത് മേ ബി ഇതിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ അതെന്തെങ്കിലും തന്നിട്ടായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. യൂസർ ഫ്രണ്ട്ലി പാർട്ട് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഈ എക്സ്ട്രാ സംഭവങ്ങൾ, തോരണങ്ങളൊക്കെ മേടിച്ചാലാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ആപ്പിൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഫോണിൽ 16 എയർ ടാഗ് വരെ കണക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ NFC എനേബിൾഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോൺ ആയാൽ പോലും ഇപ്പോൾ വെറുതെ നിലത്ത് കിടന്ന ഒരു എയർ ടാഗ് കിട്ടിയെന്ന് വിചാരിക്കും, NFC എനേബിൾഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ പോലും അതിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സീരിയൽ നമ്പറും പിന്നെ എന്തെങ്കിലും മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോസ് മോഡിലിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളല്ലേ കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പിൾ എയർ ടാഗിൻ്റെ കുറേ വിശേഷങ്ങൾ. പറഞ്ഞു കുറേ വിശേഷങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഈ ഇതുപോലെ ടെക്നോളജി കാര്യങ്ങൾ ഇതൊക്കെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടും എന്ന് തോന്നുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ ബ്ലൂടൂത്ത് ട്രാക്കേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനൊക്കെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും പറയുക. അപ്പോൾ ശരി, കുറേ നാളായി ഞാനൊരു ബ്രേക്ക് എടുക്കേണ്ട വന്നു. ഒരു 1.5 ബ്രേക്കായിരുന്നു. അത് കഴിഞ്ഞ് ഈ കൊല്ലത്തെ ആദ്യത്തെ ടെക് വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നമുക്ക് എല്ലാവരും സേഫായിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ബൈ ഫ്രം മഴയിൽ ലോകം.